LDF സർക്കാർ അധികാരത്തിലേറിയിട്ട് 9 വർഷം കഴിയുന്ന കാലയളവിൽ കേരള സർക്കാർ ഇന്ന് അടിമുടി സമരത്തീച്ചുളിയിൽ വെന്തുരുകുകയാണ്. കൊട്ടിഘോഷിച്ച് ഭരണനേട്ടങ്ങൾ എണ്ണി PR വർക്ക് നടത്തുന്ന LDFന് പക്ഷേ തങ്ങളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് അറിയുന്നില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും 2026 നടക്കാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും തുടർന്ന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കാനിരിക്കെ കേരളത്തിൽ ഉയർന്നു വന്ന സമരകോലാഹലങ്ങൾ തെല്ലൊന്നുമല്ല സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോഴും സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ആശാവർക്കർമാരുടെ നിരാഹാര സമരം ഇപ്പോൾ 65ാം ദിവസം കടക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാരം 27ാം ദിവസവും പിന്നിടുമ്പോൾ സർക്കാർ നിലനിൽപ്പ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിട്ടുണ്ട് എന്ന് തന്നെ കരുതണം. കൂടെ തന്നെ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരവും മുൻപത്തെ ഭൂസംരക്ഷണത്തിനായുള്ള നിരാഹാര സമരവും മുൻപ് നടന്ന അംഗൻവാടി ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരവും അതുപോലെ സ്കൂൾ പാചക തൊഴിലാളികളുടെ സമരവും വയനാട് ദുരന്തബാധിതരുടെ മേൽ LDF സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ നടപടികൾക്കെതിരായ സമരങ്ങളും അവിടെ ടൗൺഷിപ്പിനായി ഭൂമി ഏറ്റെടുക്കലിനായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികളുടെ സമരവുമൊക്കെ കേരളത്തിൽ LDF സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് വ്യക്തമാക്കുന്നത്. എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ ഉയർത്തിക്കാട്ടി വയനാട് ജില്ലാ മുൻ CPM സെക്രട്ടറി P. ഗഗാറിൻ സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം മുതലപ്പുഴ മണൽ വന്ന് മൂടിയതുമായി ബന്ധപ്പെട്ട് മുതലപ്പുഴ മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് വന്നു. അവരുടെ കാലങ്ങളായുള്ള ആവശ്യത്തിനുമേൽ സർക്കാർ എടുത്ത നിലപാട് പോലും തൊഴിലാളി വിരുദ്ധമാണ് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇപ്പോൾ മുതലപ്പുഴ ഹാർബർ കൊല്ലത്തേക്ക് മാറ്റുന്ന സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെയും ഉയർന്നു വന്ന സമരവും ജനകീയ സർക്കാരെന്ന് സ്വയം വിളംബരം ചെയ്യുന്ന LDF സർക്കാരിനെതിരായിട്ടുള്ള ജനകീയ സമരങ്ങളാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഈ സമരങ്ങളൊക്കെ ഉയർന്നു വന്നത് സർക്കാരിൻ്റെ ഭരണപരാജയങ്ങളാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ സമരങ്ങളോടൊക്കെ തന്നെ സർക്കാരിലെ മുഖ്യമന്ത്രി അടക്കം മറ്റ് മന്ത്രിമാരുടെയും CPM നേതാക്കളുടെയും ഇടപെടൽ അത്യന്തം ധാർഷ്ട്യപരവും അവഹേളനപരവുമായിരുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് അവരുടെ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാവുന്നതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ആശാവർക്കർമാരുടെ സമരത്തോടും വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരത്തോടും സർക്കാർ കൈക്കൊണ്ട നിലപാടുകളാണ്. ആശാ സമരക്കാരോട് ആദ്യം അനുഭാവപൂർവമായ സമീപനം സ്വീകരിച്ച സർക്കാർ പിന്നീട് ചുവടുമാറ്റി അവരെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചു. ആശാവർക്കർമാരുള്ള വൈരത്തിന്റെ ഭാഗമായി അങ്കണവാടി ജീവനക്കാരുടെയും പാചക തൊഴിലാളികളുടെയും ആവശ്യങ്ങൾക്ക് ഭാഗികമായി അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് നിലപാടെടുത്ത സർക്കാർ പക്ഷേ ആശാമാരുടെയും വനിതാ CPOമാരുടെയും സമരത്തെ കണ്ടില്ലെന്ന് നടിച്ച് മുഖം തിരിച്ചിരിക്കുകയാണ്. തുടർന്ന് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നയമാണ് സ്വീകരിച്ചു പോകുന്നത്. LDFന്റെ പ്രധാന ഘടകകക്ഷികളൊക്കെ തന്നെ സർക്കാരിൻ്റെ ഈ സമീപനത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നതും സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ പ്രമുഖർ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നതുമൊക്കെ വളരെ ചർച്ചയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമരം എത്രയും വേഗം തീർക്കാൻ ശ്രമം നടത്തിയതും ഏറെ ചർച്ചയായിരുന്നു. അതോടൊപ്പം വനിതാ CPOമാരുടെ സമരം 15ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ നാളെ. ഇനി വെറും 4 ദിവസം മാത്രമാണ് ഉദ്യോഗാർത്ഥികളുടെ മുന്നിലുള്ളത്. 19ാം തീയതി അവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുകയാണ്. മെയിൻ ലിസ്റ്റിൽ 674 സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 293 എന്നിങ്ങനെ 967 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 259 പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളതും. കേരളം കണ്ട സമാനതകളില്ലാത്ത സമരമുറകളാണ് വനിതാ CPOമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇക്കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുട്ടിലിഴഞ്ഞും ശയനപ്രദക്ഷിണം നടത്തിയും കൈകൾ കെട്ടി ഉപ്പുകല്ലിൽ നിന്നും ഉള്ളംകൈയിൽ കർപ്പൂരം കത്തിച്ചും വിഷുദിനത്തിൽ ബിഫൂൺ വേഷം കെട്ടിയും തൂക്കുകയർ വിധിച്ച തൂക്കിലേറാൻ പോകുന്ന കുറ്റവാളികളെ പോലെ തലവഴി കറുത്ത തുണി കൊണ്ട് മൂടിയും സർക്കാരിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സമരം നടത്തുന്ന വനിതകളാണ് സർക്കാരിൻ്റെ മുന്നിൽ ഉള്ളത്. ഈ പാപങ്ങളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് ഗംഗയിൽ കഴുകി മോക്ഷം നേടും എന്നാണ് കേരളം ചോദിക്കുന്നത്. ഒരു മൂന്നാം ഭരണമെന്ന് പേർത്തും പറയുന്ന CPMന് മുന്നിലുള്ളത് ഒരു ബാലികേറാ മല തന്നെയാണ്. ഈ ജനരോഷം CPMനെ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും CPM തുടച്ചു നീക്കപ്പെട്ടതുപോലെ അവശേഷിക്കുന്ന കേരളത്തിൽ നിന്നും CPM ഉന്മൂലനം ചെയ്യപ്പെടാൻ LDF സർക്കാരിൻ്റെ 2ാം ഭരണം വഴിയൊരുക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. പഴുതുകൾ തേടി ഭരണത്തിൽ തിരിച്ചു കയറാനുള്ള കോൺഗ്രസിൻ്റെ നീക്കത്തിന് ആക്കം കൂട്ടുന്നതാണ് LDF സർക്കാരിൻ്റെ ഈ നയങ്ങളത്രയും. UDFൻ്റെ അധികാരത്തിലേക്കുള്ള വഴികൾ ഇത് വിശാലമാക്കുക തന്നെയാണ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.